നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ജിതേഷിനെ അറിയാം. എന്റെ ഫസ്റ്റ് ടൈം ആണ് ജിതേഷുമായിട്ടുള്ള ഒരു മാജിക് ഷോ ഞാൻ കാണാൻ പോകുന്നത്. ഇന്നിപ്പോ പെർഫോം ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പോ കുറച്ച് കാർഡ്സ് മാജിക് ആണ്. എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് നാദർഷിക്കോട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പാക്കറ്റ് കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർഡ്സിലെ എല്ലാ കാർഡുകളും ഡിഫറെന്റ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഒന്ന് ഷഫിൾ ചെയ്യാം കാർഡിനെ. ചീട്ടുകളി വീരനെ കയ്യോടെ പിടിക്കോക്കി. അതെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ഇന്നൊക്കെ ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യാം. എവിടെ നിന്ന് എടുക്കാം? ഇതെങ്ങനെ നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കാണിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്യുക. എനിക്ക് അതിനകത്ത് ഒരു ഓട്ടോഗ്രാഫ് വരും. എന്നെ കാണിക്കണ്ട കേട്ടോ കാർഡ്. ഞാൻ ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. തിരിച്ചു വന്നോ? ഓക്കെ, ഓക്കെ യാ come on. അത് ഇതിന്റെ വെള്ളം നോക്കിയാവോ? എന്നെ കാണിക്കണ്ട. കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇത് തന്നെ ലേക്കടെ കാർഡ്. ക്ലിയർ ആണോ? ഞാൻ ആ കാർഡിനെ ഈ ഡെക്കിന്റെ മിഡിലോട്ട് നോക്കിയാണ്. ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് ഡെക്കിന്റെ മിഡിൽ എവിടെയുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ടോപ്പിലില്ല, ബോട്ടത്തിലും ഇല്ല. ഷാർപ്പിൽ തരാം. ആൻഡ് ഇത് എവിടെയാണെന്ന് നമുക്കറിയില്ല. ഇക്ക ഒരു ഹെൽപ്പ് കൂടെ തന്നെ ചെയ്യണം. ഇക്കടെ കൈ ഒന്ന് കാണിക്കാവോ? ജസ്റ്റ് ഇത് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാവോ? ഓക്കെ, എലീന ഒരു കാര്യം ചെയ്യാവോ? ഞാൻ കുറച്ച് മാറി നിൽക്കാം. ഓക്കെ, ഇതിനകത്ത് 52 കാർഡുണ്ട്. അതിൽ നിന്ന് 1 to 52 അതിന് ഇഷ്ടമുള്ള ഒരു നമ്പർ പിക്ക് ചെയ്യാവോ? ഓക്കെ. 1 to 52 3. ഓക്കെ, അതിൽ മൂന്നാമത്തെ പൊസിഷനിൽ ആ കാർഡ് ഉണ്ട്. ഒന്ന് എലീന കാർഡ് ഒന്ന് മേടിക്കാവോ? 1 2 3. ലൈക്കയുടെ സൈന് കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ഇതല്ലേ? ഓക്കെ, പേടിക്കണ്ട. ആക്ച്വലി ഞാൻ ഈ കാർഡിനെ ഇൻവിസിബിൾ ആയിട്ട് ഡെക്കിൽ നിന്ന് എടുത്തിട്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇക്കയുടെ വാച്ചിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കാവോ? എവിടെ വെച്ചിട്ടുണ്ട്? ഇക്കയുടെ വാച്ചിലുണ്ട് ഒരു കാർഡ്. എന്റെ വാച്ചിലോ? താങ്ക് യു വെരി മച്ച്. അല്ല അത് പക്ഷേ അതെങ്ങനെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നല്ലോ ഇത് ഇടയ്ക്ക് വെക്കുന്നത്. അതാണ് മാറ്റി. കറക്റ്റ് കാർഡിന്റെ ഇത്. അതാണ് മാജിക്. ഒരു പ്രാവശ്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൂ. തീർച്ചയായിട്ടും ചെയ്യാം. ചേട്ടാ, നമ്മൾ ചെയ്യുന്നത് ഞാൻ കുറച്ച് കാർഡ് ഇവിടെ വയ്ക്കാം. 1 2 3 4 5 6 7 8 9 10 കാർഡ്സ്. ഈ ഒരു എഫക്റ്റിൽ നമ്മൾ കാർഡിന്റെ സ്യൂട്ട്, ഇപ്പൊ ഇത് 2 ഓഫ് ക്ലബ്സ് ആണ്. നമ്മൾ ഈ സ്യൂട്ട് ഏതാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിന്റെ എത്ര കാർഡ് ഉണ്ടെന്ന് മാത്രം നോക്കിയത്. ഇപ്പൊ ഒരു കാർഡ് എടുക്കാം. ഒരു കാർഡാണെന്ന് ഫീൽ ചെയ്യാം. 1 2 ഇങ്ങനെ 10 കാർഡ് ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കാം. ചേട്ടാ, അതൊന്ന് ചേട്ടാ ഹാർട്ടിലൊന്ന് ചേർത്ത് വെക്കാവോ? ഓക്കെ, ഇപ്പൊ 10 കാർഡ് അവിടെ ഉണ്ട്. എലീന, ഞാൻ ഇങ്ങനെ റിഫിൽ ചെയ്ത് പോകുമ്പോൾ ഇഷ്ടമുള്ള ഒരു പോയിന്റ് സ്റ്റോപ്പ് എന്ന് പറയണേ. ഓക്കെ, സ്റ്റോപ്പ്. ഈ സ്റ്റോപ്പ് ചെയ്ത പോയിന്റ് കാർഡിന്റെ നമ്പർ ഒന്ന് പറയാവോ? പറയാം. ഓക്കെ, 3. ചേട്ടാ, ഞാൻ ചെയ്യുന്നത് ഇതിന്നൊരു 3 കാർഡ് ഇടാൻ അതിനകത്തൊരു ഷൂട്ട് ചെയ്യാൻ പോവാണ്. 1 2 and 3. ഒരു 3 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഫീൽ ചെയ്തായിരുന്നു 3 കാർഡ് ഇവിടെ വന്നതായിട്ട്? 3 കാർഡ് അവിടെ എത്തിയെന്നാണ് 3 കാർഡ് ഇവിടെ ഇൻവിസിബിൾ ആയിട്ട് ചേട്ടന്റെ കയ്യിലോട്ട് വന്നിട്ടുണ്ട്. ഫീൽ ചെയ്തിട്ടില്ല. ഒന്ന് കൗണ്ട് ചെയ്യോ? 1 2 3 4 5 6 7 ലൈക്ക് ദാറ്റ്. 3 4 5 6 7 8 9 10. 10 കാർഡായി. ഇനി എത്ര കാർഡ് ഉണ്ട് നോക്കി? 3. അല്ല, അപ്പൊ നേരത്തെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് 3 കാർഡ് വന്നില്ല നമ്മൾ അഡീഷണൽ. അത് 10 11 12 13. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ക്ലാരിഫൈ വരുത്താൻ. ചേട്ടാ, ഒന്നുകൂടെ ഇപ്പൊ 13 കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് ഒന്ന് എടുത്ത് ഒന്നുകൂടെ ഹാർട്ടിലോട്ട് ചേർത്ത് വെക്കാവോ? ഇങ്ങനെ തന്നെ അതുപോലെ എല്ലാ കാർഡും. പക്രു ചേട്ടാ, ഒരു നമ്പർ പറയാം. ബിറ്റ്വീൻ 1 and 10. 7. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 7 കാർഡ് കൂടെ ചേട്ടന്റെ കാർഡിലോട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണ്. വെരി ക്ലോസ്ലി. ഓക്കെ, ഇപ്പൊ കാർഡ് കുറച്ച് തിക്നെസ് കൂടിയതായിട്ട് ഫീൽ ചെയ്തോ? ഇല്ല. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. 13 കാർഡ് തന്നെയാണോ? ഒന്ന് അയ്യോ, കൂടി ഈശ്വരാ. നിൽക്കുന്ന ഞാൻ 13 14 15 16 17 18 20.
അയ്യോ പ്രേതം അയ്യോ പ്രേതം. അല്ല ഒരു മിനിറ്റ് അതെങ്ങനെയാ? അതെങ്ങനെയാന്നുള്ള പറയാ മാജിക്. എടാ നിനക്ക് ബാക്കി കുറെ പണി അറിയാലോ, നീ അതുകൂടി പഠിക്കണോ? അതിരിക്കും വാ. നല്ല മാജിക് ആയിരുന്നു. ഇനി നമ്മൾ അത്ഭുതപ്പെടാനുള്ള എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് ക്യൂബ്സ് ഉണ്ട്. ക്യൂബ്സിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. 1 ഒരു സൈഡിൽ മാത്രമുള്ള നമ്പർ. അതുപോലെ 2, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് ആൻഡ് 6 ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു സിലിണ്ടർ കാണാം. ഇതിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇതിനകത്തൊരു ഗോസ്റ്റ് കൂടെ ഉണ്ട്. ഗോസ്റ്റോ? അതിനകത്തൊരു ഗോസ്റ്റ് ഉണ്ട്, കാണുന്നില്ലായിരുന്നു? ഏ അപ്പോൾ പുള്ളിയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ അറേഞ്ച് വെച്ചിരിക്കുന്നതാണ് 1 to 6 ആണ്. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഇൻവിസിബിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യും. ഈ ക്യൂബിനെല്ലാം മുകളിലോട്ട് എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഓട്ടം നേരെ റിവേഴ്സ് ആക്കും. 1 2 3 4 5. അപ്പോൾ നമുക്ക് പുള്ളി ഒന്ന് കൺഫ്യൂസ് ചെയ്യാം. 1 ഇവിടെ ഇട്ടു. ഓക്കെ, ഇനി എന്താ സംഭവിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഫോക്കസ് അബ്രാകഡബ്ര. ഓക്കെ അതൊരു ക്ലീൻ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഓർഡറിൽ 6 മേളിലുണ്ട്, 1 താഴെയുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഗോസ്റ്റിനോട് പറയാണ് ഫോക്കസ് അബ്രാകഡബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുറച്ചുകൂടെ ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. പുള്ളി ചെയ്യാൻ പോകുന്നത് അതേ ഓർഡർ തന്നെ അവിടെ ഉണ്ടാവും, ബട്ട് റിവേഴ്സിലായിരിക്കും ആൻഡ് അവരുടെ ഓർഡർ മൊത്തം അപ്സൈഡ് ഡൗൺ ആവും. താങ്ക് യു വെരി മച്ച്. ഇത് ഞാനൊന്ന് കമ്പി വെച്ചോട്ടെ. ഓക്കെ ജിനി ചേട്ടാ, എന്തായാലും ഈ മാജിക്കിനെ പറ്റി എന്നാ പറയാനുള്ളത്? അല്ല ബാക്കി ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു കൺകെട്ടി അതൊക്കെ ഓക്കെ, പക്ഷെ ഇത്ര ക്ലോസ് ആയിട്ട് കാർഡ്സിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടിയിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രോപ്പർട്ടിയും ഇദ്ദേഹത്തിന്റെ ടൈമിംഗ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഇത് ഇത്രയും എന്റെ കയ്യിലിരിക്കുന്ന സംഭവം എനിക്കറിയാം, പക്ഷെ അതിന്റെ ഉള്ളിലൊരു ഒരു മാജിക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ദാറ്റ്സ് റിയൽ മാജിക് ആണ്. ഓക്കെ, താങ്ക് യു. പകർ ചേട്ടാ, ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാനും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം പുതിയ കലാകാരന്മാർ വരുന്നവരൊക്കെ ഇതേപോലെ ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കുക, ഒട്ടും പ്രതീക്ഷിക്കാതെ. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ വലിയ ഒരുപാട് സംഗതികളുടെ സന്നാഹങ്ങളോ സംഭവങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ഞൊടിയിടയിലാണ് പല കാര്യങ്ങളും കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഗതികളുമായിട്ട് ഇനിയും വരണം. തീർച്ചയായിട്ടും. ഓൾ ദ ബെസ്റ്റ്. എല്ലാ ഭാവുകങ്ങളും. ഈ രംഗത്ത് ഒരുപാട് കഴിവുള്ളൊരു കലാകാരൻ തന്നെയാണ്. താങ്ക്സ്. അങ്ങനെ ആവട്ടെ. ഓക്കെ, താങ്ക് യു. ഇക്ക, ജിതേഷ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മറ്റേ ക്യൂബ്സ് കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തി. അന്നൊന്ന് അത്ഭുതപ്പെടുത്തിയാണ്, ഇപ്പോൾ രണ്ടാമത്തെ അത്ഭുതമാണ്. ലോകാത്ഭുതങ്ങൾ 7 അല്ലേ? അതെ. അപ്പോൾ ഇനിയിപ്പോൾ 2 ആണ് ഇപ്പോൾ നമ്മൾ ജിതേഷിന്റെ അത്ഭുതം കണ്ടിട്ടുള്ളൂ. ഇനി ഒരു 5 അത്ഭുതം കൂടി ആയിട്ട് ജിതേഷ് വരിക. തീർച്ചയായിട്ടും. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നമ്മൾ സ്റ്റേജിൽ കാണാൻ പറ്റട്ടെ.